ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ജാർഖണ്ഡ് ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ തീരുമാനം തുടക്കത്തിൽ പാളിയെന്ന് തോന്നിപ്പിച്ചെങ്കിലും മധ്യനിരയിലെ കുമാർ കുശാഗ്രയുടെ പോരാട്ടവീര്യം മത്സരത്തിന്റെ ഗതി മാറ്റി. കേരള ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ജാർഖണ്ഡിനെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും കുശാഗ്ര ഉറച്ചുനിന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് എന്ന നിലയിലാണ് ജാർഖണ്ഡ്. 116 പന്തിൽ 105 റൺസുമായി കുശാഗ്ര പുറത്താകാതെ നിൽക്കുന്നു. 36 റൺസുമായി അനുകുൽ റോയി മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഇഷാൻ കിഷനിൽ നിന്ന് ഒരു വമ്പൻ ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 21 പന്തിൽ 21 റൺസ് മാത്രം എടുത്ത് താരം പുറത്തായി. ഒരു ഫോറും ഒരു സിക്സും അടക്കം മികച്ച തുടക്കം കിട്ടിയെങ്കിലും ബാബ അപരാജിത് സ്വന്തം ബൗളിംഗിൽ പിടികൂടുകയായിരുന്നു. ദേശീയ ടീം സെലക്ഷൻ പടിവാതിക്കൽ നിൽക്കെ ഇഷാൻ കിഷൻ നടത്തിയ ഈ പ്രകടനം ആരാധകരെ കുറച്ചൊന്നുമല്ല നിരാശരാക്കിയത്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വീഴ്ച താരത്തിന് തിരിച്ചടിയായേക്കാം. മത്സരത്തിന്റെ തുടക്കത്തിൽ കേരള ബൗളർമാർ മികച്ച ആധിപത്യം പുലർത്തിയിരുന്നു. 5-ാം ഓവറിൽ തന്നെ 6 റൺസ് എടുത്ത ഉത്കർഷിനെ MT നിതീഷ് മടക്കി. പിന്നാലെ 13 റൺസ് എടുത്ത ശിഖർ മോഹനെ ഏതൻ ആപ്പിൾ ടോം പുറത്താക്കിയതോടെ ജാർഖണ്ഡ് പ്രതിരോധത്തിലായി. സീസണിൽ ഉടനീളം മികച്ച ഫോമിലുള്ള വിരാട് സിംഗിനെ ബാബ അപരാജിത് കൂടി മടക്കിയതോടെ സ്കോർ 65-ൽ 3 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. അവിടെ നിന്നാണ് കുശാഗ്രയും കിഷനും ചേർന്ന് ടീമിനെ 100 കടത്തിയത്. ഇഷാൻ കിഷൻ മടങ്ങിയ ശേഷം സ്കോർ 111-ൽ 4 എന്ന നിലയിലായിരുന്നു. എന്നാൽ 5-ാം വിക്കറ്റിൽ കുമാർ കുശാഗ്രയും അനുകുൽ റോയും ഒന്നിച്ചതോടെ കളി കേരളത്തിന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോയി. ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ജാർഖണ്ഡിനെ വലിയൊരു സ്കോറിലേക്ക് നയിക്കുന്നത്. കേരളത്തിനായി ബാബ അപരാജിത് 2 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങി. നിതീഷ്, ഏതൻ ആപ്പിൾ ടോം എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി. വാലറ്റത്ത് ജാർഖണ്ഡിനെ ഇത്രയും വേഗം തളയ്ക്കാനായിരിക്കും കേരളത്തിന്റെ ശ്രമം. എലൈറ്റ് ഗ്രൂപ്പ് എയിൽ നിലവിൽ കേരളം 4-ാം സ്ഥാനത്താണ്. 4 മത്സരങ്ങളിൽ 2 ജയവും 2 തോൽവിയുമാണ് കേരളത്തിനുള്ളത്. മറുഭാഗത്ത് 4 കളികളിൽ 3 ജയവുമായി ജാർഖണ്ഡ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 4 കളികളും ജയിച്ച മധ്യപ്രദേശും കർണാടകയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താൻ കേരളത്തിന് ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്.